അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റബീഉൽ അവ്വൽ, റബീഉൻ നൂർ നമ്മിലേക്ക് ആഗതമാവാൻ ഒരു മാസക്കാലം മാത്രമാണ് ബാക്കിയുള്ളത്. വിശ്വാസികൾ മുഴുവനും വലിയ ആഹ്ലാദത്തിലാണ്. സഫർ മാസം പിറന്നതോടുകൂടി വിശ്വാസികളുടെ മനസ്സിലേക്ക് സന്തോഷവും ആനന്ദവും വല്ലാതെ വന്നുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനമാണ്, മൗലിദുൽ മുബാറക്കാണ് നമ്മിലേക്ക് ആഗതമാവുന്നത്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും പാടാനും അവിടുത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാനും പാടാനും ഒക്കെ അവിടുത്തെ പരിശുദ്ധമായ മൗലിദുൽ മുബാറക്കിനെ ആഘോഷിക്കാനും എല്ലാം സാധ്യമാകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികൾക്കല്ലാതെ മറ്റൊരാൾക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ആഘോഷിക്കാനോ ആഹ്ലാദിക്കാനോ അതിൽ ആനന്ദം കണ്ടെത്താനോ തങ്ങളെ മദ്ഹുകൾ ധാരാളമായി പാടാനോ പറയാനോ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുക, തുഅസ്സിറൂഹു, തങ്ങളുടെ പുകഴ്ത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് വിശ്വാസികൾക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. ഈ തുഅസ്സിറൂഹു എന്ന വിശുദ്ധ ഖുർആൻ ആയത്തു ശരീഫിലെ പദത്തിന് മഹാനായ അഹ്ലുൽ ബൈത്ത് തുഹാറിന്റെ നേതാവ് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീർ കൊടുത്തത് വതുഅസ്സിസൂഹു എന്നാണ്. ഹബീബായ തങ്ങളുടെ പുകഴ്ത്തലുകൾ, തങ്ങളുടെ മദ്ഹുകൾ, തങ്ങളുടെ പരിശുദ്ധതയെ വാഴ്ത്തുക, അതിന് വിശ്വാസികൾക്ക് മാത്രമാണ് കഴിയുക. നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ, അതുപോലെ തന്നെ നവീന ആശയക്കാർ, അവർക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്, ഒരു പൊറുതേടാണ്, ഒരു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? അവരുടെ മനസ്സിൽ യഥാർത്ഥമായ വിശ്വാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ കലിമത്തു ത്വയ്യിബ അവരുടെ ഹൃദയത്തിലേക്ക് ശരിക്ക് കയറിയിട്ടില്ല. അവർ പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ പറയാനില്ലേ, ഹദീസ് പറയാനില്ലേ എന്നാണ്. അവരോട് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശ്വാസികളുടെ ലക്ഷണം എന്താണ്? വതുഅസ്സിറൂഹു. അവർ ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹുകൾ പറയുന്നു, ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹുകൾ പാടിക്കൊണ്ടിരിക്കുന്നു, പുകഴ്ത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മദ്ഹുകളും പ്രകീർത്തനങ്ങളും പാടുകയും എഴുതുകയും അതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനു വേണ്ടി തന്റെ സമ്പത്തിനെ, സമയത്തെ ഉപയോഗപ്പെടുത്തുന്നു. അത് വിശ്വാസികൾക്ക് മാത്രമുള്ള ലക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ തല്ലിപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തുഅല്ലിമുഹു എന്നാണ്. ലോകത്തിന്റെ നേതാവിന്റെ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വണ്ണം പറയുക, തങ്ങളുടെ മഹത്വം പറയുക, അത് വിശ്വാസികൾക്കുള്ള ലക്ഷണമാണ്. അതിന് പറ്റിയ ഏറ്റവും സുന്ദരമായ മാസം നമ്മിലേക്ക് വരികയാണ്. വസ്തഫത്തിൽ മലായികതു ഫി മൻസിലഹാ ഫി സഫർ എന്ന് മൗലിദുൽ മുബാറക്കിന്റെ ഏടുകളിൽ കാണാമല്ലോ. മാലാഖമാർ സഫറിൽ തന്നെ സഫായി നിന്ന് ഹബീബിന്റെ മദ്ഹുകൾ പറയാൻ അതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദിന്റെ പ്രകീർത്തനങ്ങളുടെ മദ്ഹിന്റെ സദസ്സിലേക്ക് വരാൻ,
മലക്കുകൾ റെഡിയായി നിന്നുപോയി. അവർ ആകാശലോകവും സ്വർഗവും അങ്ങനെ തുടങ്ങിയ മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെയും അലങ്കരിച്ചു പോയി. നമ്മളും വിശുദ്ധ റബീഉൽ അവ്വലിന് വേണ്ടി, റബീഉൻ നൂറിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്വലാത്തുകൾ ചൊല്ലി, മദ്ഹുകൾ പറഞ്ഞ്, മദ്ഹുകൾ പാടി, ലോകത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ച് റബീഉൻ നൂറിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു തആല റബീഉൻ നൂർ കൊണ്ട്, ഹബീബായ തങ്ങളുടെ മൗലിദുൽ മുബാറക് കൊണ്ട് രക്ഷപ്പെടാൻ, ധാരാളം മദ്ഹുകൾ പാടാൻ പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസികൾക്കുള്ള ലക്ഷണമായ ഹബീബിന്റെ മദ്ഹ് പറയുക, ലോകത്തിന്റെ നായകരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ഉരുവിടുക, ആ സ്വഭാവമുള്ള മുഅ്മിനീങ്ങളായി, യഥാർത്ഥ വിശ്വാസികളായി അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും കുടുംബങ്ങളെയും ശിഷ്യഗണങ്ങളെയും സ്നേഹജനങ്ങളെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.